ഇന്ന് നമുക്ക് ഒരു പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഒരു മാങ്ങ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത മാങ്ങയാണ് കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഈ കറി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയാറാവുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. ജീരകവും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ്. 6-7 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് അരിഞ്ഞ ഇഞ്ചിയാണ്. 1 ടേബിൾ സ്പൂണോളം അരിഞ്ഞ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിനോടൊപ്പം തന്നെ ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ പച്ചമണം മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാകും. ചൂടോടുകൂടി തന്നെ പൊടികൾ ചേർത്താൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 നുള്ള് ഉലുവാപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. കായത്തിൻ്റെ പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഈ കഷ്ണങ്ങളൊന്ന് മുങ്ങി നിൽക്കാൻ മാത്രം പാകത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങാ കഷ്ണങ്ങൾ ചെറുതായി മുറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഈ മാങ്ങാ കഷ്ണങ്ങളൊരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്ത ശർക്കര ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത ശർക്കരയോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ ചേർക്കാവുന്നതാണ്. മാങ്ങാ കഷ്ണങ്ങൾ മുഴുവനായിട്ട് വെന്തതിന് ശേഷം ചേർക്കരുത്. ഇതുപോലെ ഒരു പകുതി വേവായതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ കഷ്ണങ്ങൾ വല്ലാതങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 സെക്കൻഡ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു 15 സെക്കൻഡ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. നന്നായിട്ട് കുറുക്കിയെടുക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 20 സെക്കൻഡോളം കഴിയുമ്പോഴേക്കും ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ കറി കണ്ടില്ലേ, ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നിങ്ങളിതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മാങ്ങാ കഷ്ണങ്ങൾ ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. കണ്ടില്ലേ, നല്ല എരിവും പുളിയും അതുപോലെ തന്നെ മധുരവും ഒക്കെ ഉള്ള ഒരു കറിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.